ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെ അതിർത്തി മേഖല ശാന്തമാണ്. ഇന്ന് പുലർച്ചെ മുതൽ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിയന്ത്രണ രേഖയിലെ വിവിധ ഇടങ്ങളിലും സ്ഥിതിഗതികൾ ശാന്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണ ശ്രമം നടന്ന അതിർത്തി സംസ്ഥാനങ്ങളും എല്ലാം ശാന്തം. ജനജീവിതം സാധാരണ നിലയിലേക്ക് മാറുകയാണ്. അതേസമയം അതിർത്തി മേഖലയിലടക്കം സൈന്യം കനത്ത ജാഗ്രത തുടരുന്നുണ്ട്. കാശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത് അതിർത്തികളിലെ സ്ഥിതി നിലവിൽ സമാധാനപരമാണ്. ശക്തമായ ഷെല്ലാക്രമണം ഉണ്ടായ ജമ്മു കാശ്മീരിലെ ജനജീവിതവും സാധാരണ നിലയിലേക്ക് മാറുകയാണ്. അമൃത്സറിൽ മാത്രമാണ് നിലവിൽ നിയന്ത്രണമുള്ളത്. ഇതും ഉടൻ പിൻവലിച്ചേക്കും. ലൈറ്റുകൾ അണച്ച് വീടിനകത്ത് കഴിയണമെന്നാണ് ജനങ്ങളോട് നിർദ്ദേശം നൽകിയത്. എന്നാൽ അതെല്ലാം തന്നെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. ജമ്മു നഗ്രോട്ടയിൽ സൈനിക യൂണിറ്റിലെ ഗാർഡിന് വെടിയേറ്റു. സേന തിരിച്ചും വെടിവെച്ചു. പ്രദേശത്ത് വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. അതീവ സുരക്ഷാ മുൻകരുതലോടെയാണ് തിരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ വെടിവെപ്പ് ഉണ്ടായെന്ന് സ്ഥിരീകരിച്ച് കരസേനാ സ്ഥലത്ത് സംശയാസ്പദമായ നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായും അറിയിച്ചിട്ടുണ്ട്. സൈനിക വേഷത്തിലെത്തിയ ഭീകരനു വേണ്ടി തിരച്ചിൽ ശക്തമായി നടക്കുന്നു. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഷെല്ലാക്രമണം അവസാനിപ്പിച്ചത്. വെടിനിർത്തൽ ധാരണയായ ശേഷം രാത്രി 8 മണിയോടെ നിയന്ത്രണ രേഖയിൽ ഷെല്ലാക്രമണം തുടങ്ങിയ പാകിസ്ഥാൻ രാത്രി 10 അവസാനിപ്പിച്ചത്. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ നഗറോട്ടയിൽ വെടിവെപ്പ് നടന്നതായി കരസേന സ്ഥിരീകരിച്ചിട്ടുണ്ട്. സൈനിക വേഷത്തിലെത്തിയ ഭീകരൻ നടത്തിയ വെടിവെപ്പിൽ യൂണിറ്റിലെ ഗാർഡിനാണ് വെടിയേറ്റത്. പ്രദേശത്ത് സൈന്യം പഴുതടച്ച തിരച്ചിൽ നടത്തുകയാണ്. അതേസമയം വിമാനത്താവളങ്ങളുടെ അടച്ചിടൽ മെയ് 15 വരെ നീട്ടിയിട്ടുണ്ടെന്നാണ് DGCA പറഞ്ഞിരിക്കുന്നത്. 32 വിമാനത്താവളങ്ങൾ മെയ് 15 പുലർച്ചെ 5:29 വരെ താത്കാലികമായി അടച്ചിടുമെന്നും DGCA ശനിയാഴ്ച പുലർച്ചെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയും ബന്ധപ്പെട്ട ഏവിയേഷൻ അധികൃതരും എയർമാൻമാർക്ക് നോട്ടീസുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആദംപൂർ, അംബാല, അമൃത്സർ, അവന്തിപ്പൂർ, ബദിന്ദ, ഭുജ്, ബിക്കാനീർ, ഛത്തീസ്ഗഡ്, ഹൽവാര, ഹിൻഡൻ, ജയ്സാൽമീർ, ജമ്മു, ജാംനഗർ, ജോധ്പൂർ, കാണ്ട്ല, കാംഗ്ര, കിഷ്തോദ്, കിഷൻഗഡ്, കുഡു, മണാലി, അതോടൊപ്പം തന്നെ ഭുന്ദർ, യംലുധാൻ, ലഹ്പാഠ്യാല, പോർബന്ദർ, രാജ്കോട്ട്, സർവർ, ഷിംല, ശ്രീനഗർ, തോയ്സ്, ഉത്തരാലി എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചിട്ടുള്ളത്. ഈ വിമാനത്താവളങ്ങളിലെ എല്ലാ സിവിൽ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങളും ഈ കാലയളവിൽ നിർത്തിവച്ചിട്ടുണ്ട്. പ്രവർത്തനപരമായ കാരണങ്ങളാൽ ഡൽഹി, മുംബൈ ഫ്ലൈറ്റ് ഇൻഫർമേഷൻ റീജിയനുകൾക്കുള്ളിലെ എയർ ട്രാഫിക് സർവീസ് റൂട്ടുകളുടെ 25 സെഗ്മെന്റുകളുടെ താത്കാലിക അടച്ചുപൂട്ടലും AAI നീട്ടിയിട്ടുണ്ട്. അതായത് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ആണ് നീട്ടിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.